കടബാധ്യതയെ തുടർന്ന് കണ്ണൂരിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. ചെറുപുഴ ഇടവരമ്പ് സ്വദേശി ഏലിയാസ് സമ്പാട്ടാണ് മരിച്ചത്. പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരികയായിരുന്നു ഏലിയാസ്. അടുത്തിടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ ആയിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം. 4 ദിവസം മുമ്പാണ് കൃഷിത്തോട്ടത്തിൽ കീടനാശിനി കുടിച്ച് തളർന്നു വീണ നിലയിൽ ഏലിയാസിനെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. ദിവസങ്ങളോളം ചികിത്സ തുടർന്നെങ്കിലും ഏലിയാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുഖ്യമന്ത്രിയിൽ നിന്നും മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരമടക്കം സ്വന്തമാക്കിയ വ്യക്തിയാണ് ഏലിയാസ്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി വരികയായിരുന്നു ഏലിയാസ്. വിവിധയിനം പച്ചക്കറികളാണ് അദ്ദേഹം കൃഷി തരുന്നത്. എന്നാൽ അടുത്തിടെ വിളവെടുപ്പ് മോശമായതിനെ തുടർന്ന് കൃഷി തുടരാൻ ഏലിയാസ് ബുദ്ധിമുട്ടി. എങ്കിലും ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വായ്പ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ സബ്സിഡി കൂടി ലഭിക്കാൻ വൈകിയതോടെ അദ്ദേഹം കടുത്ത സമ്മർദ്ദത്തിലായി. സർക്കാരിന്റെ കർഷകനുള്ള ആനുകൂല്യങ്ങൾ പോലും ലഭിച്ചിരുന്നില്ലെന്നും അടുത്ത ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ച ഏലിയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി അനുവദിക്കാനുള്ള തീരുമാനമുണ്ടായതെന്നും 1,14,000 രൂപ നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ ഏലിയാസ് ആത്മഹത്യ ചെയ്യില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. നാടിനും സമൂഹത്തിനും മാതൃകയാകുന്ന രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഏലിയാസ് എന്നാണ് അയൽക്കാരുടെ വാക്കുകൾ. എടുത്ത ലോണിന്റെ തിരിച്ചടവുകൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹമെന്നും ഇവർ പറയുന്നു. നിയമപ്രകാരമുള്ള അറിയിപ്പ്: ജീവിതത്തിലെ വിഷമസന്ധികൾക്ക് ആത്മഹത്യയല്ല പരിഹാരം. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിച്ചേക്കില്ലെന്ന ആശങ്കയുണ്ടാകുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.